നമസ്കാരം. ഡിസംബർ 6-ന് കാണാതായ 19-കാരിയെ ശനിയാഴ്ച വൈകുന്നേരം മലയാറ്റൂരിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രഥമദൃഷ്ട്യാ മരണം കൊലപാതകമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ഡിസംബർ 6-ന് അവളെ കാണാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മലയാറ്റൂർ മണപ്പാട്ടുചിറയ്ക്കടുത്തുള്ള സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലയാറ്റൂരിലെ മുണ്ടങ്ങാമറ്റത്ത് നിന്നാണ് യുവതിയെ കാണാതായത്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ പ്രദേശത്ത് തെളിവെടുപ്പ് നടത്തി. കേസിൽ ഉൾപ്പെട്ട് സംശയിക്കുന്നവരെയും ഇരയെ അറിയാവുന്നവരെയും ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ബെംഗളൂരുവിൽ വ്യോമയാന ബിരുദ വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയ അടുത്തിടെ അവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിലെത്തിയിരുന്നു. ശനിയാഴ്ച രാത്രി കുടുംബത്തോടൊപ്പം മുണ്ടങ്ങാമറ്റത്ത് ശബരിമല മണ്ഡലകാലം തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നടന്ന അയ്യപ്പൻ വിളക്ക് ഉത്സവത്തിൽ പങ്കെടുത്തു. വീട്ടിലേക്ക് മടങ്ങിയ ശേഷം വസ്ത്രം മാറി വീണ്ടും പുറത്തുപോയി അടുത്തുള്ള ഒരു കടയിലേക്ക് പോകുകയാണെന്ന് മാതാപിതാക്കളോട് പറഞ്ഞു. പക്ഷേ അവൾ ഒരിക്കലും തിരിച്ചെത്തിയില്ല. അവളുടെ ഫോണിലേക്ക് ആവർത്തിച്ചുള്ള കോളുകൾക്ക് മറുപടി ലഭിക്കാത്തതിനാൽ അവൾ ഉത്സവവേദിയിലേക്ക് തിരികെ പോയെന്നാണ് അവളുടെ കുടുംബം ആദ്യം കരുതിയത്. പിന്നീട് അവർ കാലടി പോലീസിൽ കാണാതായതായി പരാതി നൽകി. തുടർന്ന് കാണാതായതായി കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തുനിന്ന് നൂറുകണക്കിന് മീറ്റർ അകലെ ചിത്രപ്രിയയും അലനും ഒരു മോട്ടോർ സൈക്കിളിൽ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് പിന്നീട് കണ്ടെത്തി. 2 ദിവസമായി അലനെ കാണാതായിരുന്നു. തിങ്കളാഴ്ച തിരിച്ചെത്തി. തുടർന്ന് പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അവളെ കണ്ടതിനുശേഷം ഒരു ജംഗ്ഷനിൽ ഉപേക്ഷിച്ചതായി അവകാശപ്പെട്ട അദ്ദേഹത്തിന്റെ ആദ്യ മൊഴികൾ പൊരുത്തക്കേടുള്ളതായി കണ്ടെത്തി. എങ്കിലും അറസ്റ്റ് ചെയ്തിരുന്നില്ല. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തിരച്ചിലിന്റെ ഗൗരവത്തെ ബാധിച്ചുവെന്ന് പ്രദേശവാസികളിൽ ചിലർ ആരോപിച്ചു. കാരണം നിരവധി പോലീസുകാർ തിരഞ്ഞെടുപ്പിനായി സുരക്ഷ വിന്യസതിലായിരുന്നു. എന്നിരുന്നാലും അത്തരം കാലതാമസമൊന്നും പോലീസ് നിഷേധിച്ചു. പരാതി ലഭിച്ചയുടനെ ഞങ്ങൾ തിരച്ചിൽ ആരംഭിച്ചു എന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തിരച്ചിൽ തുടരുന്നതിനിടെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് സെബിയൂർ റോഡിന് സമീപമുള്ള മണപ്പാട്ടുചിറയിലേക്കുള്ള ഒഴിഞ്ഞ സ്ഥലത്ത്, മലയാറ്റൂർ കുരിശുമുടി കുന്നിന്റെ അടിവാരത്തോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തി. തിരച്ചിലിൽ പങ്കെടുത്ത നാട്ടുകാർ ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസിനെ അറിയിച്ചു. മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. പ്രാഥമിക ഫോറൻസിക് പരിശോധനയിൽ അവരുടെ ഐഡന്റിറ്റി സ്ഥിരീകരിച്ചു. തലയിൽ മുറിവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇത് ഒരു കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലിൽ എന്താണ് സംഭവിച്ചതെന്ന് അലൻ വെളിപ്പെടുത്തി. 5 വർഷത്തോളമായി അലനും ചിത്രപ്രിയയും പ്രണയത്തിലായിരുന്നു. ഒരു ദിവസം അവളുടെ ഫോണിൽ ഒരു ചെറുപ്പക്കാരനുമായുള്ള ഫോട്ടോ അലൻ കാണുകയുണ്ടായി. അന്നു മുതൽ അലന് ചിത്രപ്രിയയെ സംശയമായി. അത് വലിയ തർക്കങ്ങളിലേക്കെത്തി. അവർക്കിടയിലൂടെയുള്ള തർക്കം വളരെ രൂക്ഷമായിരുന്നു. ചിത്രപ്രിയ താക്കീത് ചെയ്തതോടെ അലൻ പ്രകോപിതനായി. നാട്ടിലെത്തിയ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വീട്ടുകാർ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതി അവർ അറിയാതെയാണ് ചിത്രപ്രിയ അലനെ കാണാൻ പോയത്. രഹസ്യമായി അവൻ അവളെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി. നക്ഷത്ര തടാകം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ആദ്യം അവർ തർക്കിച്ചിരുന്നത്. അത് ചിലർ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്നും സെബിയൂർ കൂരിപ്പള്ളി കയറ്റത്തിലേക്ക് പെൺകുട്ടിയെയും കൊണ്ടുപോയി. അവിടെ വെച്ച് വാക്ക് തർക്കത്തിനിടെ ചിത്രപ്രിയ അലന്റെ മുഖത്ത് തുരുതുര അടിച്ചതോടെ അവിടെ ഉണ്ടായിരുന്ന വെട്ടുകല്ല് എടുത്തു ചെവിയുടെ പുറകെ അടിക്കുകയായിരുന്നു. മരിച്ചു എന്ന് മനസ്സിലാക്കിയ അലൻ അവിടെ നിന്നും ഓടിപ്പോവുകയായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നതിനാൽ തന്നെ അതാരും കേട്ടില്ല. അലനും ചിത്രപ്രിയയും സംസാരിച്ചു നിൽക്കുന്നത് CCTVയിൽ പതിഞ്ഞതാണ് അലനിലേക്ക് പോലീസ് എത്തിയത്. താൻ മനഃപൂർവ്വമല്ല കൊലപാതകം ചെയ്തത് എന്നാണ് അലൻ പറഞ്ഞത്. പക്ഷേ അത് തെറ്റാണെന്ന് മൊബൈലിൽ നിന്നുമുള്ള തെളിവുകളിൽ നിന്നും മനസ്സിലായി. അവർ പരസ്പരം തർക്കിക്കുന്നതും അലൻ കൊല്ലുമെന്ന് പറയുന്നതും ഒക്കെ മൊബൈലിൽ നിന്നും പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ മൊബൈൽ വിദഗ്ധ പരിധിതനക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് അധികാരി പറഞ്ഞിരിക്കുന്നത്. അലൻ ഒറ്റയ്ക്ക് അല്ല ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് അല്ല എന്നും വേറെ ആരെങ്കിലും കൂടെ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. കാരണം അലന്റെയോ പെൺകുട്ടിയുടെയോ അല്ലാത്ത ഒരു വാച്ച് സംഭവസ്ഥലത്തുനിന്നും കണ്ടെത്തിയതാണ് ഈ സംശയത്തിന് കാരണം. അത് ബന്ധുക്കൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഒരു മദ്യക്കുപ്പിയും 2 സോഫ്റ്റ് ഡ്രിങ്ക്സ് കുപ്പിയും കണ്ടെത്തിയിരുന്നു. അതും കൂടുതൽ ആളുകൾ ഈ മരണത്തിൽ പങ്കുണ്ടോ എന്ന ദുരൂഹതയും വർദ്ധിക്കുന്നത്. മൃതദേഹം കണ്ടെത്തുന്നതിനു മുൻപ് അലനെ ചോദ്യം ചെയ്തെങ്കിലും വിട്ടേക്കുകയായിരുന്നു. അവർ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന CCTV വിഷ്വൽസ് കണ്ടിട്ടാണ് പോലീസ് ആദ്യം അലനെ ചോദ്യം ചെയ്തത്. പിന്നീട് വീണ്ടും ചോദ്യം ചെയ്യുകയായിരുന്നു. പെൺകുട്ടിയുടെ പേര് ബ്ലേഡ് കൊണ്ട് കൈയിൽ വരച്ചിട്ടുണ്ട്. അലൻ ഒരു സൈക്കോ ആണെന്നാണ് കരുതുന്നത്. പെൺകുട്ടിക്ക് ലഹരി നൽകിയിരുന്നു എന്നും സംശയിക്കുന്നു. പോലീസ് തെളിവ് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിമാൻഡിലുള്ള അലനായി അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. തെളിവെടുപ്പും ആ ദിവസം തന്നെ പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട്. കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് എന്നാണ് എറണാകുളം റൂറൽ പോലീസ് മേധാവി M. ഹേമലത പറഞ്ഞു. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ ഏതൊക്കെ വഴികളിലാണ് ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നതെന്ന് മനസ്സിലാക്കാൻ വലിയ പാടാണ്. അവരുടെ സ്വകാര്യ മൊബൈലുകൾ പരിശോധിക്കുന്നത് ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ സഹായിക്കും. ഇത് ദേഹത്തേക്കുള്ള ഒരു രഹസ്യമായ കൊലപാതക കഥ മാത്രമല്ല, ഇത് ഒരു പതിവ് ബന്ധത്തിലെ സമസ്യകൾ,
ആശങ്കകൾ, സംശയങ്ങൾ, നിഷേധം, വ്യക്തിമനോഭാവങ്ങൾ എല്ലാം ചേർത്ത് ഒരു യാഥാർത്ഥ്യത്തെയും അതിന്റെ ആഭ്യന്തര കത്തെയും നമ്മൾ കാണിക്കുന്ന കഥയാണ്. എന്നാലും ഒഫീഷ്യൽ കോർട്ട് പ്രൊസീഡിംഗ്സ്, അഡീഷണൽ CCTV, ഫോറൻസിക് റിസൾട്ട്സ് എന്നിവ വന്നതോടെ ഈ കഥ കൂടുതൽ വിശദമായി അപ്ഡേറ്റ് ചെയ്യാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സുഖമായി ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.